ഹാജി ജോഷി എന്ന യാത്രക്കാരിയെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, അവരുടെ ഈ വാഹനത്തെയും. ഹാജി ജോഷി വീണ്ടും യാത്രയാണ് അവരുടെ ജീവിതം. എന്നാൽ ഒരിക്കൽ കൂടി ഒരു യാത്ര പോവുകയാണ്. ഇത്തവണ ഫുട്ബോൾ തന്നെയാണ് ഇത്തവണത്തെയും പ്രത്യേകത. ഹാജി, പിന്നെ കഴിഞ്ഞ ലോകകപ്പിൽ നേരിട്ടെത്തിയ ഒരു യാത്ര അല്ലേ? ഇത്തവണ അമേരിക്ക ഉണ്ടെങ്കിൽ നേരിട്ട് പോകാത്തൊരു വിഷം ഉണ്ടോ? അമേരിക്ക കഴിഞ്ഞ പക്ഷേ പിന്നെ നമ്മൾ ഗൾഫിലാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി അടുത്താണ്, നമ്മൾ സ്വന്തം നാട് പോലത്തെ ഒരു സ്ഥലമായതുകൊണ്ട്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു അന്നേരം വേൾഡിൽ തന്നെ ഫസ്റ്റാണ് ഒരാൾ ഒരു ഫിഫൻ്റെ മേലിൽ വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രത്യേകത. ഇപ്രാവശ്യം 4 കൊല്ലം കഴിഞ്ഞിട്ട് അതേ ഫിഫ സമയത്ത് ഒരു ഫിഫ എഡിഷനായിട്ട് ഓൾ ഇന്ത്യ ഹൈപ്പാസ് പോകേണ്ട ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങോട്ടാണ് യാത്ര? ഇപ്പോൾ പോകുന്നത് ലഡാക്കാണ്. ലഡാക്ക് ബേസിലുള്ള പിന്നെ ഏറ്റവും വേൾഡ് ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ഉണ്ട് മിംഗ്ല, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കർദുംഗ്ല വരെ പോയത്. ഇതെൻ്റെ 9ാമത്തെ ട്രാവൽ സീരീസാണ്. അതുപോലെ 6ാമത്തെ ഓൾ ഇന്ത്യ ആണ്. പ്രാവശ്യം ഓൾ ഇന്ത്യ പോയിട്ടുണ്ട്. ഏതൊക്കെ വഴി കൂടെ ഏതൊക്കെ രീതി ഉദ്ദേശിക്കുന്നു ഇത്തവണത്തെ യാത്ര? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ നടക്കോട്ട് പോയി എടുത്തോട്ട് പോയി വലത്തോട്ട് വരെ അങ്ങനത്തെ കോലത്തിലാണ്. കാരണം എല്ലാ സ്ഥലം നമുക്ക് റോഡുണ്ട്. ഇപ്പം മെയിനായിട്ട് ഡൽഹി ഹരിയാന വഴി പോയിട്ട് നേരെ ഹിമാചൽ കഴിഞ്ഞ് ലഡാക്ക് കഴിഞ്ഞിട്ട് കാശ്മീർ വഴി ഇറങ്ങി വരാനാണ് പ്ലാൻ. അങ്ങനെയാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇടയ്ക്ക് എങ്ങനെ ഫുട്ബോൾ ടീമുകളൊക്കെ കാണും? അങ്ങനെ എന്താ പ്ലാൻ? ഫുട്ബോൾ ടീം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ ഒന്നാമത് ഫിഫക്ക് ടീമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് തന്നെ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് കളി നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുണ്ടയിലാണ് ഏറ്റവും വേൾഡ് ലാർജസ്റ്റ് ഫ്ലെക്സ് വന്നിട്ടുള്ളത്. പിന്നെ അതാണ് ഞാൻ ഇന്നലെ പോയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറേ കട്ടൗട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ പോയിട്ടുണ്ട്. പിന്നെ വണ്ടി മൊത്തം ഞാൻ ഒരു അർജൻറ്റീന മെസ്സി ഫാനായതുകൊണ്ട് മൊത്തം അർജൻറ്റീന മെസ്സി മയത്തിലാണ് നമ്മൾ വണ്ടിയുള്ളത്. ഒന്നുമില്ല, ലോകത്തെമ്പാടും ഈ പിന്നെ എന്താ പറയുക ഫുട്ബോൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മൾ മലയാളികളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കുറേ ഫ്ലക്സുകളും പിന്നെ മലബാർ ഏരിയ ഏറ്റവും കൂടുതലാണ്. അപ്പോൾ അത് പിന്നെ ഫിഫ വരെ കഴിഞ്ഞ പ്രാവശ്യം താങ്ക് യു കേരള ഇന്ത്യ എന്ന് പറഞ്ഞത്. നമ്മൾ കേരള ഒരു രാജ്യമായിട്ട് അവർ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്ര പോലും കുറേ സ്ഥലത്ത് കുറേ ന്യൂസിലും കാര്യത്തിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഫ്ലക്സും കാര്യങ്ങളെല്ലാം കുറേ എന്താ പറയുക ഫിഫൻ്റെ പേജിലും അതുപോലെ തന്നെ അർജൻറ്റീനൻ്റെ പേജിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യക്കാരി അല്ലെങ്കിൽ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു കട്ട ഫുട്ബോൾ അർജൻറ്റീന ഫാന് നമ്മളെ ഇന്ത്യയിലൂട്ടാ ഈ ഒരു വണ്ടിയും കൊണ്ട് യാത്ര ചെയ്യുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം. കഴിഞ്ഞ തവണ പിന്നെ നേരിട്ട് കാണാൻ പോയിട്ട് അവസാനം കപ്പും കിട്ടിയാ പോകുന്നല്ലേ? മീൻസ് അർജന്റീന കിട്ടിയൊരു സന്തോഷം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാം, അർജന്റീന എന്ന് പറയുമ്പോൾ മെസ്സിക്ക് വേണ്ടി മാത്രം കളിക്കുന്ന ഒരു ടീം വർക്കാണ്. അപ്പോൾ അത് ഓരോ ടീം വർക്ക് നമുക്ക് എന്തായാലും സമ്മതിച്ചു കൊടുക്കണം. ഇപ്പം റൊണാൾഡോൻ്റെ ഫാനാണെങ്കിൽ ശരി, അല്ലെങ്കിൽ നെയ്മറിൻ്റെ ബ്രസീൽ ഫാനാണെങ്കിൽ ശരി, അവരിങ്ങനെ പറയും എന്താ ഇത് ഗോട്ട് ശരിക്കും പറഞ്ഞാൽ റൊണാൾഡോ ആണല്ലോ. പക്ഷേ എക്സാക്ട് ഗോട്ട് ഇന്നത്തെ കളിയോട് കൂടി എല്ലാവർക്കും മനസ്സിലേക്ക് ഉണ്ടാവും മെസ്സിയാണെന്നുള്ളത്. ഉപ്പര ഇടങ്കാലിലും ഇല്ലാത്തൊരു എന്തോ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ മൊത്തം ആൾക്കാർ ഇത്രയും സ്നേഹിക്കണമെങ്കിൽ അതിന് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പണ്ട് മുതലേ ഒരു മെസ്സി ഫാനായതുകൊണ്ട് ഇനിയിപ്പോൾ തോറ്റാലും ജയിച്ചാലും അർജന്റീന തന്നെ. കേരളത്തിൽ ശരിക്കും വലിയ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിന് വലിയ ആവശ്യം. അപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു കേരളത്തിൻ്റെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ആവേശം കൂടി പങ്കുവെക്കാനുള്ള ഒരു അവസരമായിരിക്കും. അതിനെ കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിൽ പോയ സമയത്ത് അവിടെ കുറേ അർജന്റീനൻ്റെ കുറേ ന്യൂസിലെല്ലാം എന്ത് ചെയ്തു. അപ്പോൾ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാൽ ഞാൻ പറഞ്ഞു നമ്മൾ കേരളത്തിലാണ്. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സൗത്ത് പാർട്ടാണ്. നോർത്ത് ഇന്ത്യയിൽ മൊത്തം ക്രിക്കറ്റിൻ്റെ ബാക്കിലാണ്. പക്ഷെ നമുക്ക് ക്രിക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പും ഫിഫ വേൾഡ് കപ്പ് വരുമ്പോൾ അടി ഉണ്ടാക്കാൻ ബാക്കി പിന്നെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ക്ലബിൻ്റെ കുറേ ബാഴ്സലോണ അങ്ങനത്തെ വേറെ മാച്ച് വരുമ്പോൾ അത് വേറെ വരും. പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അല്ലെങ്കിൽ പിന്നെ കേരള എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടം ഫുട്ബോൾ തന്നെയാണ്. അത് നമുക്ക് അതുകൊണ്ടാണ് അവർക്ക് നമ്മളോട് ഭയങ്കര എക്സ്ട്രാ ഇഷ്ടം തോന്നുന്നത്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ സച്ചിൻ ടെണ്ടുൽക്കറും ഗാംഗുലിയും മറ്റേ വിരാട് കോഹ്ലി വലിയ സംഭവമാണ് ക്രിക്കറ്റ്. എന്നാലും ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അത് കേരളത്തിന് കുറച്ചൊരു പടി കൂടുതലാണ്. എല്ലാ ഫ്ലക്സ് വെക്കുന്ന കാര്യത്തിലാണെങ്കിൽ ശരി, കട്ടൗട്ട് നമ്മൾ മത്സരമാണ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് പണ്ട് മുതലേ ഉള്ളൊരു എന്താ പറയുക. പിന്നെ മലപ്പുറം ഇതിൻ്റെ മെയിൻ ഹബ്ബാണ്. എനിക്കൊന്ന് ഇപ്രാവശ്യം മലപ്പുറത്തിനെക്കാട്ട് വലിയ കട്ടൗട്ട് എനിക്കൊന്ന് കൊല്ലത്തും തിരുവനന്തപുരത്തെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആവശ്യത്തിലാണ് വേൾഡ് കപ്പിൻ്റെ. കഴിഞ്ഞ തവണത്തെ ഓർമ്മകൾ എങ്ങനെ കാണുന്നു? നേരിട്ടില്ലാതെ പിന്നെ കളിക്കാരെയൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നുണ്ടോ? കഴിഞ്ഞ കൊല്ലം ഞാൻ എനിക്ക് QNB അവർ പിന്നെ VIP ടിക്കറ്റ് തന്നിരിക്കുന്നു. അപ്പോൾ അതും എടുത്തിട്ട് 3 കളി കിട്ടിയതിന് അതിലത്തെ ഓസ്ട്രേലിയ അർജന്റീന മാച്ചിൽ ഫ്ലാഗ് പോയിന്റിൽ പോയിട്ട് മെസ്സിനെ ഇങ്ങനെ ഡയറക്റ്റ് കാണാൻ പറ്റി. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യണമെങ്കിൽ പക്ഷെ മൂപ്പർ ഇങ്ങനെ വന്ന ആടുന്ന് ഫ്ലാഗ് പോയിന്റ് ലാസ്റ്റ് ഒരു ഗോൾ തട്ടുന്ന അത് അതായത് ഇതുവരെ നമ്മൾ കളർ TV യിൽ മാത്രം കണ്ടുന്ന ഒരാളെ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഖത്തറിലെ കുറേ പ്രവാസികളും അതായത് കഴിഞ്ഞ കൊല്ലത്തെ ഫിഫ എന്ന് വെച്ചാൽ 200 റുപ്യ ശമ്പളം വാങ്ങുന്നവനും 2 കോടി വാങ്ങുന്നവനും ഫിഫ കണ്ട്. അതാണ് ആ ഒരു ഖത്തറിൻ്റെ ഒരു
എന്താ പറയുക ആ ഒരു വിജയിക്കാൻ കാരണം അതാണ്. മലയാളികളുടെ ഒരു വേൾഡ് കപ്പ് കൂടിയായിരുന്നു കഴിഞ്ഞ. പിന്നെ അല്ലാണ്ട് ഇഷ്ടം പോലെ ഇപ്പം GCCയിൽ എല്ലാവരും നടന്നിട്ട് അധികം ആൾക്കാരും അത്രക്കും അടുത്തല്ലേ ഇപ്പം ഖത്തറും UAE നോക്കാത്ര. പിന്നെ കുറേ പിന്നെ നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല ബംഗ്ലാദേശിലെ ആൾക്കാർക്കും കൂടി അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നു. പാകിസ്ഥാൻ കാരണം നമുക്കൊന്നും ഒരിക്കലും യൂറോപ്പിൽ ടിക്കറ്റ് എടുത്ത് പോയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ജസ്റ്റ് ഒന്ന് എയർ ടിക്കറ്റ് വന്നു. പിന്നെ കുറേ ഫാമിലിൻ്റെ എപ്പോഴും താമസിച്ച് കാണാനും പറ്റിയല്ലോ. അപ്പം ഖത്തർ വേൾഡ് കപ്പ് എക്കാലത്തെയും മികച്ചൊരു വേൾഡ് കപ്പാണ്. അതിനിപ്പോൾ ഇപ്രാവശ്യം US കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ പുതിയ വേൾഡ് കപ്പ് വന്നപ്പോൾ. അപ്പോൾ അത് ഏഷ്യയിലെയും അതുപോലെ തന്നെ അറബ് രാജ്യത്തെയും മൊത്തം ഒരാൾക്കാർക്ക് കാണാനുള്ള ഒരു ഫിഫ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിലുണ്ടായത്. നേരിട്ട് കണ്ടപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പണ്ട് കൊണ്ടേ കാണുന്ന ഒരാൾ, TV നിന്ന് കാണുന്ന ഒരാൾ, ഫ്ലെക്സിൽ കണ്ട ഒരാൾ നേരിട്ട് കാണുമ്പോൾ ഒരു ഞാൻ മാത്രമല്ല കേട്ടോ അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഉണ്ടായ സന്തോഷം തന്നെയാണ്. പിന്നെ എനിക്ക് വെച്ചാൽ വേറൊരാൾക്കും കിട്ടാത്തൊരു ഇതെന്ന് വെച്ചാൽ താഴെ ഫ്ലാഗ് പോയിന്റിൽ പോയിട്ട് പിന്നെ ഫിഫൻ്റെ ഒഫീഷ്യൽ ക്യാമറമാൻ ഉണ്ടായിരുന്നു, മൂപ്പര് ഫോട്ടോ എടുത്ത് തന്നു. പിന്നെ അവിടെ ഒരു 15 മിനിറ്റ് അവിടെ നിൽപ്പിച്ചു. അപ്പം ഗ്രൗണ്ടിൽ തന്നെ ഇറങ്ങി കണ്ടൊരു ഫീൽ ആയിരുന്നു. അതൊരു അത്ഭുതമാണ്. വണ്ടിയൊക്കെ മൊത്തം മെസ്സിയാക്കി. വണ്ടി കഴിഞ്ഞ പക്ഷേ മൊത്തം നമ്മൾ പിന്നെ ഫിഫൻ്റെ ഖത്തറിൻ്റെ ഫ്ലാഗ് ഇട്ടിട്ട് തന്നെ പോയത്. അപ്പോൾ എൻ്റെ വണ്ടി മൊത്തം വൈറ്റ് ആൻഡ് മെറൂൺ കളറായിരുന്നു. ഇപ്രാവശ്യം മൊത്തം നമ്മൾ അർജൻറ്റീന അതുപോലെ തന്നെ മെസ്സിനാക്കി മാറ്റിയിട്ടുണ്ട്. എത്ര രാജ്യമായി ശരിക്കും കറങ്ങാൻ തുടങ്ങിയിട്ട്? ഞാൻ ഫിഫ കഴിഞ്ഞ ശേഷം നേരെ അവിടെ നിന്ന് വണ്ടിയെടുത്ത് വന്നതാണ്. 18 മാസം ഞാൻ 23 രാജ്യം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് എത്തിയത്. എവിടെ ഷിപ്പൊന്നും ഇല്ലാണ്ട് മൊത്തം, അതായത് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പാണ് ബൈ റോഡ് വഴി നമുക്ക് ഈ കോണ്ടിനെൻ്റ് തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റുക. അപ്പോൾ അതിലൂടെ ഞാൻ ഏഷ്യ ഏകദേശം ഒരു 90% കവർ ചെയ്ത്. അപ്പോൾ അതിൽ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ 3 മാസം ആയിട്ടുള്ളൂ. ഇനിയിപ്പം ഈ ഒരു ഫിഫ എഡിഷനിൽ വീണ്ടും മോളെയും കൊണ്ട് നമ്മൾ വേൾഡ് ഹയസ്റ്റ് പാസ്സായിട്ടുള്ള വിംഗ്ല പാസിലേക്ക് ഒരു ട്രിപ്പ് പോകേണ്ട ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. ഏത് രാജ്യത്തിലൊക്കെ പോകാൻ ആഗ്രഹമുള്ള യാത്ര? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്ക, യൂറോപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന് കുറച്ചും കൂടി ഫണ്ടെല്ലാം സെറ്റാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഇറങ്ങണമെന്നുണ്ട്. എന്തായാലും ഈ വേൾഡ് കപ്പ് അടിച്ചു പൊളിക്കുകയാണ്. ഈ വേൾഡ് കപ്പ് അടിച്ചു പൊളിക്കൽ മാത്രമല്ല നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്ന ഫീല് വേറെ തന്നെയാണ്. കാരണം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു അർജൻറ്റീന, ചെറിയൊരു അമേരിക്ക എന്ന് വേണമെങ്കിൽ പറയാം. അത്രക്കും നമുക്ക് ഫാൻ ഫെസ്റ്റിവൽ ഖത്തറിലുള്ള പോലെ തന്നെ ഇപ്രാവശ്യം കുറേ ഇവിടെ ഏത് ജില്ലയിൽ നോക്കുകയാണെങ്കിലും കുറച്ച് വലിയ സ്ക്രീനും കാര്യങ്ങളെല്ലാം എല്ലാവരും അതുണ്ട്. അതിപ്പം അതിനിപ്പോൾ വീട്ടിലുണ്ടെങ്കിലും ആൾക്കാർക്ക് പുറത്ത് പോയിട്ട് ആ കൂട്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോടഞ്ഞ കുറേ സ്ഥലത്ത് മറ്റേ പുതിയ പാലം അവിടെ എല്ലാം കുറേ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഫിഫ ഒരു ആവേശം തന്നെ. 4 കൊല്ലം കൂടുമ്പോഴുള്ളൊരു മാജിക്. അത് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര നഷ്ടമായിരിക്കും. എന്തായാലും കഴിഞ്ഞ തവണ നേരിട്ട് ഫുട്ബോൾ കാണാൻ പോയി. ഇത്തവണ അതിൻ്റെ ആവേശം ഇന്ത്യയിലുടനീളം നോക്കി കാണാനാണ് നാജിയുടെ ഇത്തവണത്തെ യാത്ര. എന്തായാലും നാജിയെ വീണ്ടും യാത്ര തുടരട്ടെ. കൂടുതൽ അനുഭവങ്ങൾ മലയാളിക്ക് പങ്കുവയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.